ഇത് മാറ്റിക്കഴിഞ്ഞാൽ കാരണം ഇവിടെ സെക്കൻഡ് ഹാൻഡ് ബുക്സും വരുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു പ്രാവശ്യം ഒരു ബുക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെ ഉപയോഗം ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് കൊടുക്കാലോ. നമ്മൾ ചോദിച്ചപ്പോൾ ഇതിൽ ബദൽ സംവിധാനം എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് പറയുന്നില്ല. ബദൽ സംവിധാനമില്ല. മാറ്റം ആദ്യം ഇപ്പൊ പ്ലാറ്റ്ഫോം നിലവിലുണ്ട്, നടപ്പാത നിലവിൽ നമ്മുടെ ബുക്ക് സ്റ്റാളിന്റെ ഫ്രണ്ടിൽ നടപ്പാത ഉണ്ട്. ഇത് മൊത്തത്തിൽ തുടങ്ങിയിട്ട് 35 വർഷത്തിൽ കൂടുതലായി. ഇവിടെ ഈ റോഡിൽ ഇപ്പോൾ വന്നിട്ട് ഒരു 15 വർഷമായി. ഓരോരുത്തർ വരുമ്പോഴത്തേക്കും ഇതുപോലെ വികസനത്തിന്റെ പണി വരുമ്പോൾ നമ്മൾ മാറ്റിക്കൊണ്ടിരുന്നു. നമസ്കാരം, ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് തിരുവനന്തപുരത്തുകാർക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. അല്ലാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ പാളയത്താണ്. പാളയം പബ്ലിക് ലൈബ്രറിയുടെ തൊട്ടടുത്തുള്ള ബുക്ക് സ്റ്റോളുകളുടെ അടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സ്മാർട്ട് സിറ്റിയുടെ നവീകരണത്തിന്റെ ഭാഗമായി ഇവിടുത്തെ ബുക്ക് സ്റ്റോളുകൾ മാറ്റാനായി ഒട്ടനവധി അറിയിപ്പുകൾ അവർ നൽകിയിരിക്കുകയാണ്. എന്താകും അതിൻ്റെ ഭാവി കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് ഇവിടുത്തെ കസ്റ്റമേഴ്സിനോടും ഇവിടുത്തെ സ്റ്റോളിലെ ഉടമസ്ഥരോടും തന്നെ നമുക്ക് ചോദിച്ചറിയാം. തിരുവനന്തപുരത്തെ സ്റ്റുഡൻസിന് ഇതൊരു ആശ്വാസ കേന്ദ്രമാണ്. കാരണം ഇവിടെ കിട്ടാത്തതായിട്ടുള്ള ബുക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്ക് അവിടുത്തെ വിശേഷങ്ങളിലേക്ക് തന്നെ നേരിട്ട് പോകാം. ഇവിടുന്ന് മാറ്റാനായിട്ട് പറയുന്നുണ്ടെങ്കിലും 3 നോട്ടീസ് അവർ തന്നു കഴിഞ്ഞു. ഇവിടെ പാളയത്തെ 35 വർഷമായി സെക്കൻഡ് ഹാൻഡ് ബുക്ക് സ്ഥിതി ചെയ്ത് 35ഓളം വർഷമായി പല മേഖലയായിട്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം 12 വർഷത്തോളമായി ഈ പബ്ലിക് ലൈബ്രറി എയർ ക്യാമ്പിൻ്റെ അവിടെ വന്നിട്ട്. 3 നോട്ടീസ് അവർ തന്നിരുന്നു. നമ്മൾ ചോദിച്ചപ്പോൾ ഇതിൽ ബദൽ സംവിധാനം എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് പറയുന്നില്ല. ബദൽ സംവിധാനമില്ല. മാറ്റം ആദ്യം ഇപ്പോൾ പ്ലാറ്റ്ഫോം നിലവിലുണ്ട്, നടപ്പാത നിലവിൽ നമ്മുടെ ബുക്ക് സ്റ്റാളിന്റെ ഫ്രണ്ടിൽ നടപ്പാത ഉണ്ട്. അതിൽ ഇന്റർലോക്ക് ഇട്ട് പാതി വന്നപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്തിട്ടാണ് ഉദ്യോഗസ്ഥർ റോഡ് ഫണ്ടുകാരാണ് വന്ന് പറഞ്ഞത് ഇത് കുറച്ചുകൂടെ പൂർണ്ണമായിട്ട് മാറ്റണം, ഇവിടെ വേറെന്താ പദ്ധതി അവരുടെ കയ്യിലുണ്ട്, അതിങ്ങനെ മാറ്റണം എന്ന് അവർ പറയുക. അങ്ങനെ നമ്മൾ പലരെയും സംബന്ധിച്ച് നോക്കി പലരെയും കണ്ടു. മന്ത്രി റിയാസിന്റെ പ്രൈവറ്റ് സെക്രട്ടറി PS പോയി കണ്ടു. PS പറഞ്ഞ് എന്തായാലും നിങ്ങൾക്കൊരു സംവിധാനം എന്തെങ്കിലും ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒന്ന് ആലോചനയിലാണ് എന്ന് പറഞ്ഞു. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഈ ബുക്കിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ പലതരപ്പെട്ട പുസ്തകങ്ങളുണ്ട്. ഇനിയേറ്റ സിവിൽ സർവീസ് മുതൽ മെഡിക്കൽ, എഞ്ചിനീയറിംഗ് എന്ന് വേണ്ട നോവൽസുകൾ എല്ലാ ബുക്കും വിദ്യാർത്ഥികൾക്കും പൊതുജനത്തിനും വളരെ സഹായ ഉൽപ്പന്നം ഇവിടെ കളിക്കുന്നത്. അതായത് ഇപ്പോൾ 1000 രൂപ വരെ ബുക്ക് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ 400 രൂപ കിട്ടും. അപ്പോൾ 600 രൂപയോളം ലാഭമാണ്. ഈ അവരിപ്പോൾ സ്മാർട്ട് സിറ്റിയാണ് പറയണമെങ്കിൽ ഈ ബുക്ക് ശരിക്കും പറഞ്ഞാൽ ബുക്കാണ് സ്മാർട്ട് സിറ്റി. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയൊരു മനോഹരം എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ഹാൻഡ് ബുക്ക് ഇവിടെ സ്ഥിതി ചെയ്യുന്നതാണ്. അത് പറയാൻ കാര്യം ഇവിടുത്തെ വിദേശികൾ ഇഷ്ടം പോലെ വന്നു കഴിഞ്ഞാൽ ഈ ബുക്ക് കാണുമ്പോൾ തന്നെ അവർക്ക് എന്താ ഒരു ആകാംക്ഷയാണ്. എന്നാൽ അവർക്ക് മറ്റുള്ളതിനേക്കാൾ ഈ ബുക്കിലോടാണ് അവർക്ക് വലിയ താല്പര്യം. അവർ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ മറ്റേ ക്യാമറയും ഇതിലൊക്കെ പകർത്തിക്കൊണ്ട് അവർ പോകുന്ന ഒരു സംവിധാനം. ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ സ്മാർട്ട് സിറ്റി എന്ന് പറയുമ്പോൾ ബുക്ക് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ തിരുവനന്തപുരം അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സെക്കൻഡ് ഹാൻഡ് ബുക്ക് ബിസിനസ് ഉള്ള തിരുവനന്തപുരത്താണ്. അത് ഏറ്റവും സൗന്ദര്യവൽക്കരണമാണ്. സിറ്റിയിലെ ഈ തിരുവനന്തപുരം സിറ്റിയിലെ ഏറ്റവും വലിയ സൗന്ദര്യവൽക്കരണമാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാനുള്ള വേറൊന്നുമല്ല, ഇത് കുറച്ചുകൂടെ സ്ഥലം ഉള്ളിലോട്ട് ഇരുത്തിക്കൊണ്ട് നമ്മളവിടെ തന്നെ പുനഃസ്ഥാപിക്കണമെന്നാണ് നമുക്ക് ഇതിനകത്ത് ആവശ്യപ്പെടാനുള്ളത്. അതായത് ഒരുപാടോളം വിദ്യാർത്ഥികൾക്കും പൊതുജനത്തിനും എല്ലാം വളരെ സഹായ ഉൽപ്പന്നമാണ് ഈ സെക്കൻഡ് ഹാൻഡ് ബുക്ക്. വളരെയധികം വിദ്യാർത്ഥികളും പൊതുജനങ്ങളും ഇവിടെ പറയുന്ന സെക്കൻഡ് ഹാൻഡ് ബുക്ക്സിന്റെ ഇവിടെ നിലനിന്ന് കാണണം. ഇത് വളരെ സഹായമാണ്. ഇപ്പോഴുള്ള എല്ലാ സാധനത്തിനും വില കയറുമ്പോൾ ഈ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് ഈ സെക്കൻഡ് ഹാൻഡ് ബുക്ക് ബിസിനസ്. അതുകൊണ്ട്
ഇവിടെ എല്ലാ തരപ്പെട്ട പുസ്തകമാണ്. ഏത് പുസ്തകം വന്നാലും ഇവിടെ ഈ സെക്കൻഡ് ഹാൻഡ് ബുക്കിൽ ഏത് തരപ്പെട്ട പുസ്തകം വന്നാലും ഇവിടെ കിട്ടും. മാർക്കറ്റിൽ കിട്ടാത്ത പുസ്തകങ്ങൾ വരെ ഇവിടെ കിട്ടും. അതുകൊണ്ട് എല്ലാ പുസ്തകങ്ങളും ഈ സെക്കൻഡ് ഹാൻഡ് ബുക്കിൽ വന്നു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അതുകൊണ്ട് എല്ലാ പൊതുജനങ്ങളെന്ന് മാത്രമല്ല വിദ്യാർത്ഥികളടക്കം ഈ സെക്കൻഡ് ഹാൻഡ് ബുക്ക് നിലനിന്ന് കാണണം എന്ന് വളരെ ആഗ്രഹിക്കുന്നവരാണ്. വളരെ ലാഭത്തിന് ഇവിടെ കൊടുക്കുന്ന ഒരു ബിസിനസ്സാണ് ഈ സെക്കൻഡ് ഹാൻഡ് ബുക്ക് ബിസിനസ്. പഠിക്കുന്ന കുട്ടിയാണോ? അതെ, പഠിക്കുന്നതാണ്. എന്ത് പഠിക്കുകയാണ്? ഞാൻ ബിടെക് പഠിക്കാം. ഇവിടെ എന്തിനാണ് വന്നത്? ഇവിടെ ഈ സെക്കൻഡ് ഹാൻഡ് ബുക്സ് ഒക്കെ ഉണ്ട്. അപ്പൊ വില കുറവിന് ബുക്ക് കിട്ടും, ഗൈഡ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണാൻ വന്നതാ. ഇവിടെ ഇപ്പൊ ഇത് മാറ്റാൻ സാധ്യതയുണ്ട്, അത് ഒരു പ്രശ്നമാവോ? ഇത് മാറ്റിക്കഴിഞ്ഞാൽ, കാരണം ഇവിടെ സെക്കൻഡ് ഹാൻഡ് ബുക്സും വരുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു പ്രാവശ്യം ഒരു ബുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെ ഉപയോഗം ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് കൊടുക്കാമല്ലോ, വേറൊരാൾക്ക് അത് ഉപയോഗപ്പെടുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു സ്ഥലം ഒരു ഭയങ്കര ക്യാച്ചിങ് സ്ഥലമാണ്. കാരണം ഇത് തപ്പിപ്പിടിച്ച പാളയത്ത് വന്നതാ ഞങ്ങള്. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലം മാറ്റുക എന്ന് പറഞ്ഞാൽ അത് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നോട്ടീസ് വന്നേക്കാണോ? ഒരു 3 നോട്ടീസ് തന്നായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയി മിനിസ്റ്റർമാരെല്ലാം കണ്ടു. ശ്രീമതി സാറിനെയും റിയാസ് സാറിനെയും മേയറെല്ലാം പോയി കണ്ടപ്പോഴത്തേക്ക് റിയാസ് സാറിൻ്റെ PS പ്രൈവറ്റ് സെക്രട്ടറി പറഞ്ഞു വെച്ചാൽ ഇവർ തൽക്കാലം നമ്മളടുത്ത് മാറ്റില്ല. അവർ വന്ന് നോക്കിയിട്ട് കുറച്ചുകൂടി സ്ഥലം കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ അവർക്ക് ഒരുപാട് സ്ഥലം കൊടുത്തു ഇവിടെ ഓട കെട്ടുന്നതിൻ്റെ ഭാഗമായിട്ട്. പിന്നെ പോയി സംസാരിച്ചപ്പോൾ നമ്മളെ മാറ്റാതെ തന്നെ അവർ നിലനിർത്തിക്കൊണ്ട് തന്നെ ബാക്കി പണി ചെയ്ത് പോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഒന്നൊരാളൊന്നൊക്കെ പോയി, വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഉറപ്പ് തന്നിട്ടോ? ഇവിടെ വന്നിട്ട് 15 വർഷമായി. ഇത് മൊത്തത്തിൽ തുടങ്ങിയിട്ട് 35 വർഷത്തിൽ കൂടുതലായി. ഇവിടെ ഈ റോഡിൽ ഇപ്പോൾ വന്നിട്ട് ഒരു 15 വർഷമായി. ഓരോരുത്തർ വരുമ്പോഴത്തേക്കും ഇതുപോലെ വികസനത്തിന്റെ പണി വരുമ്പോൾ നമ്മൾ മാറ്റിക്കൊണ്ടിരുന്നു. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോഴത്തേക്ക് നമ്മൾ പോയി സംസാരിച്ച് മിനിസ്റ്ററെല്ലാം പോയി കണ്ടപ്പോഴത്തേക്കാണ് പറഞ്ഞത് ആദ്യം ഒരു മാറ്റം എന്നാണ് പറഞ്ഞത്. ഒരു 3 നോട്ടീസ് റോഡ് കൊണ്ട് നോട്ടീസ് കൊണ്ടുപിടിച്ചായിരുന്നു. പിന്നെ എല്ലാവരും പോയി കണ്ട് സംസാരിച്ചെല്ലാം ഓക്കെ കഴിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, എടുത്താന്ന് പറഞ്ഞിട്ടുണ്ട്. ഏപ്രിൽ 26-ന് ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ 26-ാം തീയതി വരെ ഒരു നടപടിയും ഉണ്ടാകില്ല എന്ന് തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ പ്രതീക്ഷ. അതിനുശേഷം ഇവരുടെ അന്നം മുട്ടുമോ അല്ലെങ്കിൽ ഇവർക്ക് വേറൊരു പരിഹാരം നൽകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. ക്യാമറമാൻ സുധീഷ് വെള്ളാഞ്ചിറക്കും സാരഥി അരുണിനുമൊപ്പം റിപ്പോർട്ടർ വിഷ്ണു ശങ്കർ, സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.